ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 16-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനം. കർത്താവെ, അങ്ങേ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ മക്കൾ ഗ്രഹിക്കുവാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. സ്നേഹമുള്ളവരെ, ദൈവവചനത്തിൻ്റെ ശക്തി എന്താണെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് തരികയാണ്. നിങ്ങളെ പോറ്റുന്നത് നിങ്ങൾ വാങ്ങുന്ന ധാന്യവിളകളല്ല, ദൈവവചനമാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ദൈവം നമുക്ക് തരുന്നതെല്ലാം ദൈവത്തിൻ്റെ ഔദാര്യമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തു വാങ്ങിയാലും അത് തിരിച്ചു കൊടുക്കുകയും വേണം. അതിന് നിങ്ങൾ പലിശ സഹിതമായിരിക്കും തിരിച്ചു നൽകുന്നത്. എന്നാൽ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്നതെന്തും ഔദാര്യമാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ്. ദൈവവചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാക്കുക. ഈ തിരുവചന ഭാഗം നിങ്ങൾക്കെല്ലാവർക്കും ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഇന്ന് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.